ഒരു നൂറ്റാണ്ടിലേറെയായി വാഴക്കാട് ഉൽപ്പങ്കടവിൽ വെച്ച് നടത്തിവരുന്ന ഉൽപ്പങ്കടവ് സ്വലാത്ത് നേർച്ച ഈ വർഷവും അതിവിപുലമായി നടന്നു. സ്വലാത്ത് മജ്ലിസിനും പ്രാർത്ഥനാ സംഗമത്തിനും വാഴക്കാട് വലിയ ജുമുഅത്ത് പള്ളി ഖത്തീബ് വലിയുദ്ദീൻ ഫൈസി നേതൃത്വം നൽകി. ആയിരക്കണക്കിന് ആളുകളാണ് അന്നദാനത്തിനായി എത്തിയത്. ഒരു നൂറ്റാണ്ടിലേറെയായി വാഴക്കാട് ഉൽപ്പങ്കടവിൽ വെച്ച് നടത്തിവരുന്ന ഉൽപ്പങ്കടവ് സ്വലാത്ത് നേർച്ച ഈ വർഷവും അതിവിപുലമായി നടന്നു. സ്വലാത്ത് മജ്ലിസിനും പ്രാർത്ഥനാ സംഗമത്തിനും വാഴക്കാട് വലിയ ജുമുഅത്ത് പള്ളി ഖത്തീബ് വലിയുദ്ദീൻ ഫൈസി നേതൃത്വം നൽകി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മഹാമാരി പടർന്നു കയറിയ സമയത്ത് ദാറുൽ ഉലൂമിൽ ദർസ് നടത്തിയിരുന്ന സൂഫി വര്യനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ നിർദ്ദേശാനുസരണം തുടങ്ങിയ നാരിയത്ത് സ്വലാത്ത് മജ്ലിസും അന്നദാന വിതരണവും ഉൽപ്പങ്കടവിൽ നടന്നു. ഇതര മതസ്ഥർ നേർച്ചകൾ സമർപ്പിക്കുകയും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന നേർച്ചയാണ് ഉൽപ്പങ്കടവ് സ്വലാത്ത് നേർച്ച. രാവിലെ 9 മണി മുതൽ നേർച്ചയിലേക്ക് വിവിധ സാധനങ്ങൾ എത്തിത്തുടങ്ങും. അസുഖബാധിതരോ മറ്റ് പ്രയാസം അനുഭവിക്കുന്നവരോ നേർച്ചയാക്കുന്ന പണവും ചക്ക, തേങ്ങ, അരി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളും കോഴിയും മറ്റും നേർച്ചയായി ഇവിടേക്കെത്തും. ഉച്ചയോടെ വാഴക്കാട് മഹല്ല് ഖത്തീബ് വലിയുദ്ദീൻ ഫൈസിയുടെ നേതൃത്വത്തിൽ നാരിയത്ത് മജ്ലിസും പ്രത്യേക പ്രാർത്ഥനാ സമ്മേളനവും നടന്നു. അബ്ദുറഹ്മാൻ വഹബി ആമുഖ പ്രഭാഷണം നടത്തി. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് അന്നദാനത്തിനായി എത്തിച്ചേർന്നത്. വാഴക്കാട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, സമീപ പ്രദേശത്തെ മുസ്ലിം മത നേതാക്കൾ, പ്രമുഖർ നേർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.